പറയിപ്പറ്റ പന്തിരകുലം എന്ന് കേൾക്കാത്തവരായിട്ടാരില്ല. പറയിപ്പറ്റ പന്തിരകുലം. ആ പറയിപ്പറ്റ പന്തിരകുലത്തിൽ 12ാമനായിരുന്നു ആര്? വായില്ലാ കുന്നിലപ്പൻ. കേട്ടോ, പറയിപ്പറ്റ പന്തിരകുലത്തിൽ 12ാമനായിരുന്നു ആര്? വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ പ്രസിദ്ധനായത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, വരരുചി അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം പറയികുലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ വരരുചി തൻ്റെ പ്രിയ പത്നിയോട് ഒരു ചോദ്യം ചോദിക്കും. എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്? ഈ കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിക്കും. പത്നിയാണെങ്കിൽ അദ്ദേഹത്തോട് വായുണ്ടെങ്കിൽ വായുണ്ട് എന്ന് പറയും. വായുണ്ട്. ഉടൻ തന്നെ വരരുചി തൻ്റെ പ്രിയ പത്നിയോട് കൽപ്പിക്കും, ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കൂ എന്ന് കൽപ്പിക്കും. അതിന് പ്രകാരം 11 മക്കളെയും വരരുചിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പത്നി ഉപേക്ഷിക്കുകയുണ്ടായി. എന്നാൽ 12ാമത്തെ കുട്ടി പിറന്നു. ഈ സമയത്ത് വരരുചി തൻ്റെ പ്രിയ പത്നിയോട് ചോദിക്കുന്നു, കുട്ടിക്ക് വായുണ്ടോ? ഈ സമയം വരരുചിയുടെ പ്രിയ പത്നിക്ക് സങ്കടമുണ്ടാവുന്നു. കാരണം 11 കുട്ടികൾക്ക് വായുണ്ട് എന്ന് പറഞ്ഞ കാരണം താൻ ഈശ്വരനെ പോലെ ആരാധിക്കുന്ന തൻ്റെ പതി ആ കുട്ടികളെയൊക്കെ ഉപേക്ഷിക്കാൻ പറയുകയുണ്ടായി. എന്നാൽ അല്പസ്വല്പം കള്ളം പറയാം എന്ന് കരുതി, കള്ളം പറയാമെന്നല്ല, അല്പസ്വല്പം ഈ കുട്ടിക്കും നോക്കിയപ്പോൾ ആ കുട്ടിക്കും വായുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൻ്റെ പതി ഈ കുട്ടിയെയും ഉപേക്ഷിക്കുവാൻ പറയും എന്ന് കരുതി വരരുചിയുടെ പ്രിയ പത്നി ഒരു കള്ളം പറയുകയാണ്. കള്ളം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഈ കുട്ടിക്ക് വായില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇത് കേട്ട് വരരുചി തൻ്റെ പത്നിയോട് പറയുന്നു, വായില്ല എങ്കിൽ കുട്ടിയെ കൂടെ കൂട്ടുക. കാരണം അത് വരരുചിയുടെ പത്നിക്ക് സന്തോഷമായി. പക്ഷേ പൊടുന്നനെ ഒരു അത്ഭുതം സംഭവിച്ചു. അത്ഭുതം മറ്റൊന്നുമല്ല, കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയ വരരുചിയുടെ പ്രിയ പത്നി പേടിച്ചുപോയി. കാരണം കുട്ടിക്ക് ജനിച്ചപ്പോൾ വായുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പതിയോട് കുട്ടിക്ക് വായില്ല എന്ന് പറഞ്ഞ നിമിഷം ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമാവുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ആ കുട്ടി പിന്നീട് എന്ത് ചെയ്തു? ആ വായില്ല കുന്നിലപ്പനായിട്ട് മാറുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ അല്പസ്വല്പം കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കള്ളം പറയുന്നത് എന്ത് ചെയ്യുക? ജീവിതത്തിൽ ഒഴിവാക്കുക. കള്ളങ്ങൾ കഴിവതും പറയാതിരിക്കുക. കേട്ടോ, സത്യം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുക. സത്യം പറയുന്നത് ശീലമാക്കിയാൽ സത്യം പറയുന്നത് ശീലമാക്കി എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ്. കേട്ടോ, സത്യം പറയുക എന്നുള്ളത് എല്ലായ്പ്പോഴും സത്യം പറയുക, കള്ളങ്ങൾ പറയാതിരിക്കുക എന്നത് എന്താണ്? നന്മയുടെ ഒരു വശമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുക? സത്യം പറയുക. എപ്പോഴും സത്യങ്ങൾ പറയുക. ഞാൻ കള്ളങ്ങൾ പറയാറില്ല. മൈന്യൂട്ടായ കള്ളങ്ങൾ പോലും ഞാൻ പറയാറില്ല. ഒരു ചെറിയ കള്ളങ്ങൾ പോലും പറയാറില്ല. കേട്ടോ, സത്യം ചെറിയ കള്ളങ്ങൾ പോലും പറയാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ കള്ളങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കള്ളങ്ങൾ സത്യമാകുകൊണ്ട് പറയാറില്ല. കേട്ടോ, ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം പനിയാണ് എന്നൊരു കള്ളം പറഞ്ഞാൽ കൂടി എന്ത് ചെയ്യും? പനിയാണ് ഒരു കള്ളം പറയുക, അപ്പം എന്ത് ചെയ്യും? ആ സത്യമാവും. ഞാൻ കള്ളങ്ങൾ പറയാറേ ഇല്ല. അത് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ പറയുന്നത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. സത്യം പറയുക. കേട്ടോ, എന്ന് കരുതി നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ട് കാര്യം, അന്യരെ അപായപ്പെടുത്തുന്ന ഒരു കള്ളങ്ങളും പറയാൻ പാടില്ല. ഒരു വ്യക്തിക്ക് അപകടമുണ്ടാകുന്ന ഒരു കള്ളങ്ങളും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. കേട്ടോ, കുട്ടികളൊക്കെ ആണെങ്കിൽ അല്പസ്വല്പം കള്ളങ്ങളൊക്കെ പറയും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് ഒരു ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. കുട്ടി എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഫുട്ബോൾ കളിയിൽ എന്ത് ചെയ്യും? ഫുട്ബോൾ കളിയിൽ പങ്കുചേരും. ചിലപ്പോൾ സമയം പോയതറിഞ്ഞില്ല. വൈകുന്നേരം 6 മണിയായി. പെട്ടെന്നാണ്, അയ്യോ 6 മണിയായില്ലോ, 4:30 5 മണി സമയത്ത് വീട്ടിലെത്തേണ്ടതാണ്, 6 മണിയായി.
ഉടനെ വീട്ടിലെത്തുന്നു. 6 മണി 6:30 വീട്ടിലെത്തുന്നു. അപ്പോൾ ഉടനെ അച്ഛൻ അത് ചോദിക്കുന്നു, എവിടെയായാലും ഇത്ര നേരം എന്ന് അച്ഛൻ ചോദിച്ചു. ഉടനെ അപ്പോൾ എന്ത് ചെയ്യും? കുട്ടി എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു കള്ളം പറയും. കുട്ടി യഥാർത്ഥത്തിൽ എന്തോ ചെയ്തേ, അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. പക്ഷെ കുട്ടി അന്നേരം എന്തോ പറയും, ഇന്ന് സ്കൂളിലൊരു എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയും. കേട്ടോ, അത് അങ്ങനെ പറയുന്ന കള്ളങ്ങൾ അങ്ങനെ പറയുന്ന കള്ളങ്ങൾ പാപമല്ല. കാരണം മറ്റൊരാൾക്ക് കുട്ടി ആ പറഞ്ഞ കള്ളത്തിലൂടെ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല, മറ്റൊരാൾക്ക് ഉപദ്രവമായി മാറുന്നില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, കള്ളം പറയുന്നത് തെറ്റാണ്. കള്ളം പറയാൻ പാടില്ല. സത്യം പറയുക, കള്ളം പറയുന്നതിനെ പ്രോത്സാഹിപ്പിച്ചതല്ല. മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന കള്ളങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ ഇതൊക്കെ ഞാനീ പറഞ്ഞ അത് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഇപ്പോൾ ഇത് ആപ്ലിക്കബിൾ ആവില്ല. ഇപ്പം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി ഫുട്ബോൾ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പേരൻസിനോട് കള്ളം പറഞ്ഞാൽ പേരൻസ് ഉടനെ ചെയ്യുന്നതാണ്, ടീച്ചേഴ്സിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യും സത്യമാണോ എന്നറിയാൻ. അതുകൊണ്ട് കണ്ടോ, അങ്ങനെയുള്ള കള്ളങ്ങളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുക എന്തല്ല, പ്രായോഗികമല്ല, പ്രാക്ടിക്കലല്ല. ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. കള്ളം പറയുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കള്ളം പറയുന്നതിനോട് നമുക്ക് യോജിപ്പുമില്ല. നമ്മൾ കള്ളം പറയുന്ന ഒരാളല്ല കേട്ടോ, സത്യം. ഞാൻ കള്ളം പറയാറില്ല. ചെറിയ കള്ളങ്ങൾ പോലും പറയാറില്ല. കള്ളങ്ങൾ പറഞ്ഞാൽ എന്താവും? ആ കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ഒരു അവസരത്തിൽ പറഞ്ഞാൽ, ചെറിയ കള്ളങ്ങൾ പറഞ്ഞാൽ പോലും എന്ത് ചെയ്യും? അത് ചിലപ്പോൾ സത്യമായി മാറും. അതുകൊണ്ട് ഞാൻ കള്ളങ്ങളെ പറയാറില്ല. സത്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകും. കേട്ടോ, അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ജീവിതത്തിൽ എന്ത് ചെയ്യുക? സത്യം പറയുന്നത് ജീവിതത്തിൽ ശീലമാക്കുക. സത്യം പറയുക. അതുപോലെ തന്നെ മൈന്യൂട്ടായ കള്ളങ്ങൾ പോലും എന്ത് ചെയ്യുക? നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. മൈന്യൂട്ടായ കള്ളങ്ങൾ പോലും നമ്മൾ പറയാൻ പാടില്ല. അതാണ് കൂടുതൽ ബെറ്റർ. കേട്ടോ, വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കണം, മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന ഒരു കള്ളങ്ങളും പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല. കള്ളം പറയുന്നത് എന്താണ്? തെറ്റാണ്. കള്ളം പറയാനേ പാടില്ല. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക, അതാണ് ഏറ്റവും മഹത്തരമായ കാര്യം.